നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷൈൻ. സംഗീതവും സംഗീതോപകരണങ്ങളും നമുക്കെല്ലാം വളരെയധികം ഇഷ്ടമാണ്. പലർക്കും പലതരത്തിലുള്ള സംഗീതോപകരണങ്ങളായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഗിറ്റാർ ആയിരിക്കും, ചിലർക്ക് വയലിൻ്റെ ശബ്ദം, ഓടക്കുഴൽ, വീണ, തബല, ചെണ്ടയുടെ ശബ്ദം, അങ്ങനെ പോകുന്നു. പലർക്കും ഇത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടാണ് പലർക്കും അതിന് കഴിയാത്തത്. അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. മ്യൂസിക്കിനെ കുറിച്ചും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെയുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ യൂട്യൂബ് എന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ നല്ല അറിവുള്ള ആളുകളും പ്രൊഫഷണലായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ വാച്ച് ചെയ്തേക്കാം. എൻ്റെ ഈ പറയുന്നതിലുള്ള തെറ്റുകളും പോരായ്മകളൊക്കെ അവർക്ക് ഒരു കമൻ്റായിട്ട് ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ അപ്പോൾ എനിക്കും അത് വായിക്കുന്ന മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗിറ്റാർ മ്യൂസിക്കാണ്. എങ്ങനെ ഗിറ്റാർ വായിക്കാം, എങ്ങനെ ഗിറ്റാർ ഒന്നും അറിയാത്ത ഒരാൾക്ക്, ഇതുവരെ ഗിറ്റാർ അടുത്ത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ പുതിയൊരു ഗിറ്റാർ വാങ്ങിയിട്ട് പഠിച്ചു തുടങ്ങാം, ഗിറ്റാറിൽ എന്തൊക്കെ വായിക്കാൻ പറ്റും, ഗിറ്റാർ ഏതൊക്കെ രീതിയിലാണ് മലയാള സിനിമാ ഗാനങ്ങളിലും മറ്റ് ഭാഷാ സിനിമാ ഗാനങ്ങളിലും ഉപയോഗിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഗിറ്റാർ ഒരു മനുഷ്യനെ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനുഷ്യനാകുമ്പോൾ ഒരു ബോഡി ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും. ഹെഡും ബോഡിയും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കുന്നൊരു നെക്ക് ഉണ്ടാവും, കഴുത്തുണ്ടാവും. അതുപോലെ തന്നെയാണ് ഗിറ്റാറിനും. ഈ ഒരു ഭാഗത്തിന് ബോഡി ഓഫ് ദ ഗിറ്റാർ എന്നാണ് പറയുക. ശരീരം, ബോഡി, ഇത്രയും ഭാഗത്തിന് ബോഡി ഓഫ് ദി ഗിറ്റാർ. പല ടൈപ്പ് ബോഡികളുള്ള ഗിറ്റാറുണ്ട്. ഓരോ ഗിറ്റാറിനും പല ടൈപ്പ് ബോഡി ആയിരിക്കും. അതുപോലെ ഈ ഭാഗത്തിന് ഹെഡ് എന്നാണ് പറയുക. ഇത്രയും ഭാഗത്തിന് ഹെഡ്, ഇത് നെക്ക്. അപ്പോൾ ഹെഡ്, നെക്ക്, ബോഡി, ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഗിറ്റാറിൻ്റെ പാർട്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ബാക്കി ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്സുകൾ, ഇതിനകത്തുള്ള ഓരോ പാർട്സുകളും ഞാനത് ഓരോന്നും എടുത്തിപ്പോൾ പറയുന്നില്ല. ഈ വായിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഗിറ്റാർ വായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പിക്ക്. ഇതിന് പിക്ക് എന്ന് പറയാം, PICK. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് പിടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും പെട്ടെന്ന് നമ്മളൊരു ഗിറ്റാർ നമ്മൾ അറിയാത്തവർ പെട്ടെന്ന് ഇങ്ങനെ പിടിക്കാനാണ് ശ്രമിക്കുക, ഈ ഒരു രീതിയിൽ. പക്ഷേ അത് തെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു രീതി, ഒരു തംസപ്പ് കൊടുക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ചാൽ അതിങ്ങനെ വെക്കാം, ഈ ഒരു സ്ഥലത്ത്. എന്നിട്ട് ഈ തമ്പെടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുന്നു. ബാക്കി ഫിംഗേഴ്സ് ഈ തേർഡ് ഫിംഗറോട് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അതിനൊരു സപ്പോർട്ട് കൊടുക്കാം. എല്ലാ ഫിംഗറും ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണമെന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ വളരെ സിമ്പിളായിട്ട്. ഗിറ്റാർ പർച്ചേസ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് ഗിറ്റാർ പിടിക്കുക എന്നുള്ളതാണ്. ഹൗ ടു ഹോൾഡ് ദ ഗിറ്റാർ, എങ്ങനെ പിടിക്കണം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഗിറ്റാറിൻ്റെ ഒരു ഇവിടെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഒരു കർവായിട്ടൊരു ഷേപ്പ്. ഈ ഷേപ്പ് നമ്മൾ തൊടേൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുക, കാലിൻ്റെ തൊടേൻ്റെ മുകളിൽ അവിടെ വെക്കുക. ഗിറ്റാർ ചിലപ്പോൾ ഇങ്ങനെ പിടിക്കാനുള്ള ടെൻഡൻസി വരും, ഇങ്ങനെ കാലിൻ്റെ തൊടേൻ്റെ നമ്മൾ അടുപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ. അതല്ല, കുറച്ചൊന്ന് ചെരിച്ച് വെക്കും നമ്മൾ. ഇതാണ് കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടായിട്ടുള്ള സോൺ, ഇതാണ്. അപ്പം ഈ ഒരു രീതിയിലാകുമ്പോൾ എനിക്ക് ഉണ്ടാവും, കുറച്ചൊന്ന് ചെരിച്ച് വെക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ശരിക്കും നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കേണ്ടി വരും. പലപ്പോഴും ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ടുണ്ട് പല കുട്ടികളും ഇങ്ങനെ നോക്കി ഇങ്ങനെ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുനിയാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഒന്ന് ഇങ്ങനെ നോക്കാൻ, അതായത് കുറച്ചൊന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് കാണാം ഈ ഫിംഗർ ബോർഡിൻ്റെ ഈ നോട്ട്സൊക്കെ ഈ ഭാഗമൊക്കെ ശരിക്കും കാണാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നോക്കും, വായിക്കുന്ന സ്ഥലം ഇങ്ങനെ നോക്കും. അപ്പം കഴുത്ത് ഇങ്ങനെ വളഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ വെക്കുക, ഈ ഒരു രീതിയിൽ. അപ്പോൾ റൈറ്റ് ഹാൻഡ് നമ്മൾ ഒന്നും വേണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. ജസ്റ്റ് ഇതാ ഈ ഒരു ഹോൾ, ഈ ഒരു സൗണ്ട് ഹോൾ എന്നാണ് ഇതിന് പറയുക. ഈ സൗണ്ട് ഹോളിൻ്റെ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ സൗണ്ട് ഹോൾ എന്നാണ് പറയുക. സൗണ്ട് വരുന്ന ആ ഹോള് അതിൻ്റെ അടുത്തിങ്ങനെ ഇതാ കൈ ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ആദ്യം ഗിറ്റാർ പിടിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗിറ്റാറിൽ എങ്ങനെയാണ്
പിക്ക് ഉപയോഗിച്ച് ഒന്ന് വായിച്ച് തുടങ്ങുന്നത് നോക്കാം. പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിടിക്കുക. എന്നിട്ട് മുകളിൽ നിന്നിട്ട് താഴെ വരെ 6th സ്ട്രിങ് മുതൽ 1st സ്ട്രിങ് വരെ എല്ലാ സ്ട്രിങ്ങിൻ്റെ മുകളിലും ഒരു 4 times 1 2 3 4 പറഞ്ഞുകൊണ്ട് വായിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏറ്റവും മുകളിലത്തെ സ്ട്രിങ് 6th സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്തു. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? താഴെ തൊട്ട് മുകളിൽ വരെ ഒന്നും കൂടെ വായിക്കുക. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇത് തുടർച്ചയായിട്ട് കുറേ പ്രാവശ്യം ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എല്ലാ സ്ട്രിങ്ങുകളുടെ അകലം നമ്മൾ അറിയാനും അതിനൊക്കെ നമുക്ക് ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഗിറ്റാർ നമുക്ക് വീഴാതെ ഹോൾഡ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഭാഗം കൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഗിറ്റാർ അവിടെ ഹോൾഡ് ചെയ്യണം. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റാർ പോകും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഒതുങ്ങിയിരിക്കണം ഗിറ്റാർ. ഇവിടെ നമ്മൾ ഫ്രീ ആയിരിക്കണം. ഇത് കൈ എടുത്താലും കൈ വെച്ചാലും വെച്ചില്ലെങ്കിൽ നമുക്കിവിടെ വായിക്കാൻ പറ്റണം. ഇവിടെ ഇങ്ങനെ തൂക്കിയിടണോ വെക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് കൈ എടുത്തു കഴിഞ്ഞാലും ഗിറ്റാർ അവിടെ ഉണ്ടാവണം, നമുക്ക് വായിക്കാനും പറ്റണം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഒരു ഇൻട്രോ മ്യൂസിക് വായിച്ച് അതിനുശേഷം കോഡ്സും വായിച്ച് പാട്ട് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട് മലയാളത്തിലെ, നീ മധുബാരു എന്നുള്ളൊരു പഴയൊരു ഗാനം. അതിൻ്റെ ഇൻട്രോ മ്യൂസിക് ഗിറ്റാറിലാണ്. അതുപോലെ ഒരു കോഡ്സ്, അതിൻ്റെ ഇൻട്രോയ്ക്ക് ശേഷം അതിൻ്റെ കോഡ്സും കൂടെ വായിച്ച് ഉടനെ പാട്ട് തുടങ്ങുന്നു. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ചില മലയാള സിനിമാ ഗാനങ്ങളിൽ നമുക്കത് കോഡ്സ് ഉപയോഗിക്കാറുണ്ട്. പാട്ട് പാടുന്നതിനോടൊപ്പം ലൈറ്റായിട്ട് കോഡ്സ്, വേറെ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം ഗിറ്റാറിൻ്റെ ഒരു കോഡ്സും ആ പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര ഒരു ഗാനമാണ് എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് തുടങ്ങുന്ന മീശമാധവൻ എന്ന ചിത്രത്തിലെ ശ്രീ യേശുദാസ് പാടിയ ഗാനം. അതിൻ്റെ ആ ഒരു അതിൻ്റെ തുടക്കത്തിൽ പാടുന്ന ആ ഭാഗത്തിന്, അതിൻ്റെ തുടക്ക ഭാഗത്തിൽ ഗിറ്റാർ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാട്ട് നമുക്ക് ഒന്ന് ഗിറ്റാറിലൊന്ന് കേട്ട് നോക്കാം.